യെസ്, നമ്മളിനി നേരെ അതിഥിയിലേക്ക് പോവുകയാണ്. മറ്റാരുമല്ല, ബിഗ് ബോസ് താരം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആര്യനാണ് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് നിർണായക നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ആര്യൻ പുറത്തു പോകുന്നത്. അൺഫെയർ എവിക്ഷൻ എന്നാണ് തിരിച്ചെത്തിയ ആര്യന്റെ ആദ്യ പ്രതികരണം ഉണ്ടായിരുന്നത്. ഫെയർ അല്ല കാര്യങ്ങളെന്ന് ആര്യന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? 85 ദിവസം ആര്യൻ പിന്നിട്ടത് എങ്ങനെ? ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്നവരെ കുറിച്ച് ആര്യന്റെ പ്രതീക്ഷകൾ എന്തൊക്കെ? നമുക്കൊപ്പം ആര്യൻ ലൈവായി ചേരുകയാണ്. ആര്യൻ, വെൽക്കം ടു ന്യൂസ് 18. Hi, thank you so much. It's a pleasure to be here and part of ഓക്കെ, News 18. ആര്യൻ പുറത്തായ സമയത്ത് ആദ്യം ഞങ്ങൾ കണ്ടതാണ് എയർപോർട്ടിൽ ഇതുവരെ ഈ സീസൺ 7-ലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് കിട്ടാത്തൊരു വലിയ സ്വീകരണമായിരുന്നു ആര്യന് എയർപോർട്ടിൽ വെച്ച് കിട്ടിയത്. ആദ്യം ചോദിക്കട്ടെ, ആ ഒരു സ്വീകരണം കിട്ടിയപ്പോൾ ആര്യന് എന്ത് തോന്നി? എന്തുകൊണ്ടാണ് ആര്യൻ ആദ്യം ഇത് ഒരു അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് പറയാൻ കാരണം? അൺഫെയർ എവിക്ഷനോ ഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾക്കാർ വന്നിട്ട് തന്നെ റെസ്പെക്ട്ഫുള്ളി ആൻഡ് ഹൗ മച്ച് ലവ് എല്ലാവരും കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം ഇവിടെയാണ് മനസ്സിലായത് അൺഫെയർ തന്നെയാണ്. ബിക്കോസ് എനിക്ക് ആൾക്കാരുടെ കണ്ണിൽ കാണാൻ പറ്റി അവരുടെ സ്നേഹം എനിക്ക് വേണ്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീക്ക്ലി ടാസ്ക് 3 അടുപ്പിച്ച് ജയിച്ച് ഇരിക്കുന്ന സമയമാണ്. പിന്നെ ടിക്കറ്റ് ടു ഫിനാലയിലും ഞാൻ 2nd പൊസിഷനിലാണ്. അപ്പോൾ അതെന്താ കാരണം എക്സാക്ട്ലി എനിക്കൊരു ക്ലൂ ഇല്ല. പ്രേക്ഷകരുടെ വിധിയാണ് എല്ലാം. അപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ഫെയർ ഓർ അൺഫെയർ, ബട്ട് ഫോർ മീ ഡെഫിനറ്റ്ലി ഐ ഫെൽറ്റ് വാസ് അൺഫെയർ ബിക്കോസ് ഐ വാണ്ടഡ് ടു സ്റ്റേ ഫോർ മോർ ടൈം ദെയർ. ഇപ്പം ഞങ്ങൾ കേട്ടതിൽ ഏറ്റവും കൂടുതൽ കേട്ടൊരു കമന്റ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: സാബുമാൻ അവിടെ നിൽക്കുന്ന സമയത്ത് താങ്കൾ പുറത്തായത്, ആര്യൻ പുറത്തായത് ഒരു അൺഫെയർ ആയി എന്ന്. അങ്ങനെ ആര്യന് തോന്നിയിരുന്നു? എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നത്? എനിക്ക് സാബുമാനോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ കണ്ടസ്റ്റൻസ് കാര്യമൊന്നും അറിയില്ല. എനിക്കറിയുന്ന എൻ്റെ കാര്യമാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ പരമാവധി അവിടെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ആയാലും സ്പോർട്സ് ആയാലും സംസാരമായാലും എല്ലാത്തിനും ഞാൻ നല്ല എഫേർട്ട് ഇട്ട് ഐ ബീൻ ദെയർ. സോ സാബുമാൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അതെന്താണ് ഗെയിം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം, ബട്ട് വാട്ട് ഐ നോ ഇസ് ഐ ഡിഡ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ദെയർ. അപ്പോൾ ഈ സാബുമാൻ എങ്ങനെ അവിടെ ഇരിക്കണോ ഇല്ലെങ്കിൽ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ഐ കാൻ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അവൻ എപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അവനെ അവിടെ ഇഷ്ടമാണ് ബേസിക്കലി. സോ അതിൽ കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. ശരി, സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആര്യൻ? അതായത് ടിക്കറ്റ് ടു ഫിനാലയിൽ വിജയിക്കേണ്ട ആളായിരുന്നു എന്നൊക്കെയാണ് ആര്യനെ കുറിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ ആര്യൻ എവിടെയാണ് പാളിയത്? ആര്യൻ എന്താണ് സ്വയം തോന്നുന്നത്? അതാണ് റീസൺ വൈ ഐ സേ എൻ്റെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയാണ് എനിക്ക് ഇനി 100% കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീട്ടിൽ ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ 85 days ആക്റ്റീവ് ആയിരുന്നു. ടാസ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ടാസ്ക് ചെയ്യുന്നുണ്ട്. എല്ലാം സംസാരത്തിൽ ഐ യു ബീങ് ഇൻവോൾവ് എന്ന് ചോദിച്ചാൽ ഐ ബീൻ ഇൻവോൾവ് എവറിവെയർ. അപ്പോൾ ഈ എല്ലാം 3 സാധനങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചിലപ്പോൾ അൺഫെയർ എവിക്ഷൻ ആവാം അല്ലെങ്കിൽ ഫെയർ എവിക്ഷൻ ആവാം. എനിക്കറിയില്ല എക്സാക്ട്ലി അവിടെയും അതിന് ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന്. പക്ഷേ നമ്മൾ സ്വയം വെൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ് ഇസ് വെൻ യു ആൻസർ ലൈക്ക് അൺഫെയർ ആവാം. ദാറ്റ്സ് ദി ഓൺലി ആൻസർ ഐ ഹാവ് റൈറ്റ് നൗ ഫോർ അൺഫെയർ ഓർ ഫെയർ. ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ PR ആണ്. അപ്പോൾ ഈ PR ഏതെങ്കിലും തരത്തിൽ എവിക്ഷനുകളെ ബാധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ആര്യന്? എൻ്റെ സൈഡിൽ എനിക്കറിയില്ല. പക്ഷേ പൊതുവേ ഈ പറഞ്ഞ PR പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മുടെ ഈ ബിഗ് ബോസ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ അകത്ത് ചെയ്യുന്ന സ്മോൾ തിങ്സ് പുറത്ത് എങ്ങനെ വരും ആ ഒരു പേടി എപ്പോഴും നമുക്ക് ഉണ്ടാവും മൈൻഡിൽ. ഫോർ എക്സാമ്പിൾ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ലാലേട്ട ഈ പറഞ്ഞ ടാസ്ക് മൊത്തം ചെയ്യണോ, കുളിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഉറങ്ങുമ്പോഴും ഈ ഹെൽമെറ്റ് ഇടണോ എന്ന് ചോദിച്ചു ഞാൻ ലാലേട്ടനോട്. ഭയങ്കര സിൻസിയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് വന്നപ്പോൾ മനസ്സിലായത് ഈ ഇഷ്യൂ എല്ലാവരും എഡിറ്റ് ചെയ്ത് ഭയങ്കര ഹൈപ്പൊക്കെ ഇട്ട് എല്ലാവരും എൻ്റെ അഗെയിൻസ്റ്റ് ആയിരുന്നു ഒരു സമയത്ത് ഈ ഇഷ്യൂ കാരണം മാത്രം. പക്ഷേ ആ ഇഷ്യൂവിൽ അത്ര വലുതായിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫാദർ ഫിഗർ, എൻ്റെ ഗോഡ് ഫിഗറാണ് ലാലേട്ടൻ. അങ്ങനെ ഒരിക്കലും ഞാൻ ഡിസ്റെസ്പെക്ട്ഫുള്ളി സംസാരിക്കില്ല അദ്ദേഹത്തിനോട്. അപ്പോൾ അത് ഇങ്ങനെ പുറത്ത് വന്നപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് സൈഡായി പോയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ PR പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അവിടെ സ്ക്വാഡ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ ശ്രീ മോഹൻലാൽ എന്നൊക്കെ വിളിച്ചത് വലിയ തരത്തിൽ പുറത്ത് ഭയങ്കര കോൺട്രവേഴ്സി ആയല്ലേ?
കോൺട്രവേഴ്സി ആയി, പക്ഷെ എൻ്റെ മൈൻഡിൽ അതൊന്നും ആയിരുന്നില്ല ഉദ്ദേശം. അവിടെ പോയി മാസ് അടിക്കണോ അല്ലെങ്കിൽ ജാട കാണിക്കണോ ഒന്നും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അവിടെ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് വന്നപ്പോൾ ഈ PR കാരണം എല്ലാം മറിച്ച് പിടിച്ച് എല്ലാം കുറെ ഓപ്പോസിറ്റ് സാധനങ്ങൾ കാണിച്ചത്. അപ്പോൾ PR ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു ഷോയിൽ പോകുമ്പോൾ. അവിടെയാണ് ഞാൻ ഐ തിങ്ക് കുറച്ച് പാളി പോയത് ഇൻ ടേംസ് ഓഫ് ഗുഡ് PR, ഹ്യൂജ് PR പോലെ ഇവരെല്ലാവരും ചെയ്യുന്ന പോലെ. ശരി, ഈ തുടക്കത്തിൽ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റായ അനുമോളുമായി PR ഉണ്ടെന്ന് തെറ്റല്ല ഞാൻ പറയണത്, PR ഉണ്ടാവാം. മനസ്സിലായി. തുടക്കത്തിൽ അവിടുത്തെ കണ്ടസ്റ്റന്റ് അനുമോളുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദമായിരുന്നു. പിന്നീടാണ് ആ സൗഹൃദമൊക്കെ മാറിയത്. എന്തായിരിക്കും പിന്നെ നിങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ നടന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അനുമോൾക്ക് ആര്യനോടൊരു വിരോധം ഉണ്ടാവാൻ കാരണം? ആര്യൻ എന്താണ് സ്വയം കരുതുന്നത്? ഈ ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞ വീട് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. എല്ലാവരും ഭയങ്കര ഹൈപ്പറുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് പൊട്ടിത്തിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ആവും, ചില സമയത്ത് ആ സെയിം ഫ്രണ്ട്സിനോട് നമ്മൾ തല്ലും പിടിക്കും. അപ്പോൾ അത് എന്താണോ നമ്മുടെ തമ്മിൽ ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ ഈ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ കാർട്ടൂൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടയ്ക്ക് വന്ന് ഫൈറ്റ് ചെയ്യും, ഇടയ്ക്ക് വൺ സ്നേഹമായിരിക്കും, ഇടയ്ക്ക് പിന്നെയും ഫൈറ്റ് ചെയ്യും, ഇടയ്ക്ക് പിന്നെയും സ്നേഹവും. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മിക്സ് ഉള്ള ഒരു ഇമോഷനുള്ള ഒരു ഫ്രണ്ടായിരുന്നു അനുമോൾ. അപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ കുട്ടി നല്ലൊരു കുട്ടിയാണ്, ഷീ ഈസ് എ ഗുഡ് ഗേൾ. പക്ഷേ അകത്ത് ഗെയിം കളിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഓവർ ദ ഹെഡ് പോകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാനും അഗെയിൻസ്റ്റ് നല്ലോണം സംസാരിച്ചിട്ടുണ്ട് അനുമോളുടെ. ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ഇന്റർവ്യൂ തന്നെ ആര്യൻ അനുമോൾക്കെതിരെ നല്ല രീതിയിൽ പറയുന്നുണ്ട്, അനുമോൾക്കെതിരെ തുറന്നടിച്ച് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ആര്യൻ അനുമോളെ അല്ലെങ്കിൽ അനുമോൾ കുഴപ്പമില്ല, ഇപ്പം എന്നോട് പറഞ്ഞതുപോലെ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നിൽ കണ്ടാണോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സംഭവങ്ങൾ മനസ്സിൽ വേണ്ട എന്ന് വെച്ചിട്ടാണോ? അത് എൻ്റെ പൊതുവെ ഇതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇതാണ് എൻ്റെ നേച്ചർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ക്രൂസിഫൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്ന ആളല്ല. ആ വീട്ടിലും ഉണ്ടായ ഫൈറ്റ്സ് ഭയങ്കര നോർമൽ ഫൈറ്റ്സാണ്. ഞാൻ ആരുടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യ ഒന്നും ചെയ്തിട്ടില്ല ആ വീട്ടിൽ. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഓക്കെയാണ്. ഇപ്പോൾ ആ ഗെയിം ഷോയിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങിയ ഈ പറഞ്ഞ പോലെ ആ ഗെയിമായിട്ട് ഞാൻ സ്പോർട്സ്മാൻ ആണ്. അപ്പോൾ എനിക്ക് ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വില കൊടുക്കാറുള്ളൂ. അവിടുന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് അനുമോളാണ്, നല്ലൊരു സുഹൃത്താണ്. ഇപ്പോൾ ഇനി അനുമോൾ പുറത്തിറങ്ങിയാലും ഞാൻ വന്നിട്ട് അവളെ സ്വീകരിക്കും, കോൺഗ്രാറ്റ്സ് പറയും. മേ ബി ഐ ടെൽ ഹർ ഷീ ഡിഡ് എ വെരി ഗുഡ് ജോബ്. പക്ഷെ ഉറപ്പായിട്ടും എന്നെ എങ്ങനെയാണോ വീട്ടിൽ ട്രീറ്റ് ചെയ്തത് പുറത്ത് അങ്ങനെ ഒരിക്കലും ഞാൻ ആരെ ട്രീറ്റ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മളവിടെ ജീവിച്ചു, ആ വീട്ടിൽ നമ്മൾ തന്നെ ആയിരുന്നു. പക്ഷെ ആ വീട് എന്ന് പറയുന്ന ഒരു പ്രഷർ കുക്കർ പോലെയാണ്. അപ്പോൾ സംടൈംസ് നമ്മൾ ഈ ഇമോഷൻ ഔട്ട് ബേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതല്ലാതെ പുറത്ത് വന്ന എന്തായാലും ഐ ലവ് എവറി വൺ. എല്ലാ കണ്ടസ്റ്റൻസ് 100% കൊടുത്തിരിക്കുകയാണ്. ഐ ഹോപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസ് വിൻ. ഇപ്പം ജിസയിലുമായിട്ടുള്ള പുതപ്പിശ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ആര്യൻ എന്താണ് തോന്നിയത്? ഇത് ഇത്രമാത്രം വഷളാക്കേണ്ടിയിരുന്നോ എന്ന് ചിന്തിച്ചിരുന്നു? ആ പൊതുപ്പിഷു എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞത് ഇഷ്യൂവേ അല്ല. ഞാൻ എങ്ങനെയാണ് വളർന്നത്, എൻ്റെ പേരൻസ് എന്നെ എങ്ങനെ ഹൗ